ഹായ് ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് ഇലക്ഷൻ ഡേ ആണല്ലോ, അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നായിരുന്നു. പക്ഷേ എനിക്ക് വോട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ വോട്ടൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് വോട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം അതൊക്കെ കഴിക്കാൻ ഒരു മോഹം. അപ്പോൾ ഞാൻ പറഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ അവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അത് ഒന്ന് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും നോക്കാം. ഗൈസ്, ഇവിടെ എല്ലാവരും ഉറങ്ങുകയാണ്. ചേച്ചി പോയായിരുന്നു, വോട്ട് ചെയ്തിട്ട് അവിടെ പോയി. അപ്പോൾ ഞാനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം അത് എങ്ങനെ വരും, എന്താവും നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് മൈക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ വെക്കുമ്പോൾ അത്ര കംഫർട്ടബിൾ ആവില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇത്ര അവിലാണോ നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ളത് കേട്ടാ. ഇത്ര അവിലുണ്ട്, പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെ വരും. അപ്പം നമ്മളിതാ അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇത്ര അവിലാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊരു പെട്ടിയിലാക്കിയിട്ട് അമ്മ വെച്ചിരിക്കുകയാണ്. പേടൻ്റെ പെട്ടിയാണ്, പക്ഷെ നമ്മളതിൽ പേടൊന്നുമല്ല, നമ്മൾ അവിലാണെന്ന് നിറച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു സംഭവം ബൂസ്റ്റിൻ്റെ പെട്ടിയിൽ നമ്മൾ ചായപ്പൊടിയാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് എല്ലാ ഫാമിലിയിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ, പാലക്കാടല്ലേ. നമുക്ക് ഈ വാതിലൊന്ന് തുറക്കാം. എന്താ പറയുക, ഭയങ്കര ചൂടാട്ടാ. നല്ല ചൂടാ. എടാ, എനിക്ക് കഴിയാൻ പറ്റുന്നില്ല ഇവിടെ. പറയാനാണെങ്കിൽ ഓടൊക്കെയാണ്, എങ്കിലും തന്നെ നല്ല ചൂടാട്ടോ ഇവിടെ. എന്നെ കാണിക്കാൻ ഞാൻ വിയർത്ത് കുളിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ശർക്കര കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കൽക്കണ്ട് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൽക്കണ്ട് കുഞ്ഞതാ വേണ്ടത്. പക്ഷെ നമ്മുടെ അടുത്ത് അന്ന് ഗുരുവായൂർ പോയിട്ട് വാങ്ങിയ വലിയ കൽക്കണ്ടാണ്. ഞാൻ കുറച്ച് പൊടിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവം എനിക്ക് ആക്കിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതാ പൊരി എടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ മലരാണ് വേണ്ടത്, പക്ഷെ അത് നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് പൊരി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ബെസ്റ്റാക്കി എടുക്കാം, അതാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. മിൽമ നെയ്യാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ നെയ്യും കൂടെ കഴിക്കല്ല, അതും കൂടെ എടുത്തിട്ട് നമ്മൾ ആ ഇതിലിട്ടിട്ട് ചട്ടിയിലിട്ടിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് കട്ട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെന്തായാലും ഇതിലിട്ടിട്ടുണ്ട്, ചൂടാക്കി അതിലിട്ടിട്ട് അത് ഉരുകി വരുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ സാധനം എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കുറച്ച് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്ന് വെച്ചാൽ, നമ്മൾ പൊരിയല്ല ഗൈസ് ഇടേണ്ടത്, മറ്റേ മലര് പൂജയ്ക്കൊക്കെ കിട്ടില്ലേ, മലരാണ് ഇടേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട്, പക്ഷെ അത് കുറച്ച് ചമ്മിപ്പോയി ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ കഴിക്കണതിൽ ഒരു തൃപ്തിയില്ലല്ലോ. നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകും. ഇതാണ് നമ്മുടെ സാധനം. ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. മിസ്റ്റർ മുരുകൻ, താങ്കളുടെ റിവ്യൂവിനായിട്ട് വെയിറ്റിംഗ് ആണ്. ഈ സാധനം താങ്കളുടെ മകൾ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം, പറയൂ. ഗൈസ്, ഈ വീട്ടിൽ എന്ത് സാധനം ഞാൻ ഉണ്ടാക്കിയാലും ആദ്യം ടെസ്റ്റ് ചെയ്യണത് എൻ്റെ അച്ഛനിലാണ്. അച്ഛനിലാണ് എൻ്റെ ഏക പ്രതീക്ഷ. അപ്പോൾ തംസപ്പ് കാണിക്കൂ. അപ്പോൾ ബൈ ഗൈസ്, ടാറ്റാ.